ഹേ ഗായ്സ്, ഇടയ്ക്കൊരു റീല് കണ്ടപ്പോൾ തോന്നിയ വട്ടാണ് രാവിലെ എണീറ്റിട്ട് നല്ലൊരു മോർണിംഗ് സീനറി കണ്ടിട്ട് വരാമെന്ന്. മിസ്റ്റർ ഹസ്ബൻഡിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ ആൾ പറയാണ് രാവിലെ ആക്കണ്ട, നമുക്ക് വെളുപ്പംകാലത്തെ എണീറ്റ് പോകാമെന്ന്. അങ്ങനെ രാവിലെ 5 മണിക്ക് എണീറ്റ് ഫ്രഷായി എല്ലാവരും കൂടി പോകാൻ വേണ്ടി ഇറങ്ങി. എന്തിനാ ഇത്രയും രാവിലെ എണീറ്റ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് പോയാൽ അധികം തിരക്കില്ലാതെ നമുക്ക് കാണേണ്ട കാര്യം കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ച് ദൂരമൊക്കെ പോയപ്പോൾ കുറച്ച് വെട്ടവും വെളിച്ചമെല്ലാം വന്നപ്പം നല്ല ക്ലൈമറ്റ് ആണല്ലോ എന്ന് ആശ്വസിച്ച് പോയതാണ്. നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്താറായതും മഴയുടെ അതിതീവ്രമായ ഒരു പ്രസൻസും കണ്ടു തുടങ്ങി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ മഴയും പെയ്തു തുടങ്ങി. അങ്ങനെ അടുത്തുള്ളൊരു ചായക്കടയിൽ കയറി അങ്ങ് ഒതുങ്ങി. പിന്നെ അവിടെ നിന്ന് ചായ കുടിയായി, കാപ്പി കുടിയായി. പിന്നെ മഴ തീരും വരെ അവിടെ ആയിരുന്നു നീണ്ട ഒരു വെയിറ്റിംഗ്. നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് മഴയ്ക്ക് യാതൊരു ദയയില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു മഴയായിരുന്നു. അങ്ങനെ നോക്കിയിരുന്നിരുന്ന സമയം 6:35. മഴ യാതൊരു ദൈവമില്ലാതെ പെയ്യുന്നതുകൊണ്ട് പിന്നെ പ്ലാനൊക്കെ ക്യാൻസലായി പോകാമെന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ പ്ലാനൊക്കെ മാറ്റിയത് കൊണ്ടാണെന്ന് തോന്നുന്നു മഴ അങ്ങ് നിന്നും. അങ്ങനെ ബേബുവിൻ്റെ തലയിൽ ഒരു കവറും വെച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തേക്ക് അങ്ങ് പോയി. ബേബു ഉള്ളതുകൊണ്ട് മാത്രം ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾ നേരെ നനഞ്ഞിട്ട് വന്നേനെ. കാരണം മഴത്ത് നനയാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും രാവിലെയൊക്കെ എണീറ്റ് ആദ്യമായിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നത്. എന്ത് രസമായിരുന്നു സ്ഥലം എല്ലാം കാണാൻ. അത് മഴയുടെ ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ടാണ് തോന്നുന്നു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഈ മഴ തുടങ്ങിയപ്പോൾ ഡാഡിയും മോനും സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് കയറി. ഞാൻ പിന്നെ എനിക്ക് കാണേണ്ട സാധനം കാണണമല്ലോ വിചാരിച്ച് ഞാൻ മഴ നനഞ്ഞിട്ടായാലും പോയി കാണാമെന്ന് വിചാരിച്ചിറങ്ങി. അങ്ങനെ ഞാൻ കാണാൻ വന്നത് എന്താണെന്ന് പിടികിട്ടിയോ? ഇതാ നേരെ എൻ്റെ ബേക്കിൽ തന്നെ നിൽപ്പുണ്ട്. ഈ ഒരു ഐറ്റമാണ് ഞാൻ ഇത്രയും രാവിലെ എണീറ്റ് ഈ മഴയത് കാണാൻ വേണ്ടി വന്നത്. കഴിഞ്ഞ വർഷത്തെ താമര സീസണിലാണെങ്കിൽ ഈവനിങ് ടൈമാണ് വന്നത്. അങ്ങനെ ഒരു ചെറിയ പൂ പോലും കാണാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ രാവിലെ എണീറ്റ് വന്നത്. മിക്ക താമരയെല്ലാം കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാനുള്ള സംവിധാനമെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ മഴയായതുകൊണ്ട് വഴി ഇച്ചിരി റിസ്ക്കാണ്. എന്നിട്ടും ഞാൻ എങ്ങനെയൊക്കെ ഇറങ്ങി. കാരണം എനിക്ക് വേണ്ടിയാണല്ലോ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വരെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇറങ്ങാതെ പോകുന്നത് മോശമല്ലേ? ആക്ച്വലി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ? നമ്മളിവിടെ വരികയാണെങ്കിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെയുള്ള ടൈം തന്നെ വേണം. അപ്പോഴാണ് ഇവിടുത്തെ ആ റിയൽ വൈബ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതും നിങ്ങൾക്ക് മഴ നനയുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം. കാരണം മഴ ടൈമാണ് ആ ലേക്കിൻ്റെയൊക്കെ റിയൽ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ താമരയിലൊക്കെ മഴത്തുള്ളികൾ വീണ് കിടക്കുന്നതാണ് എന്ത് ഭംഗിയെന്നറിയാം. ഈ വീഡിയോസിലൊക്കെ ഇതിൻ്റെ ഭംഗി എത്രത്തോളം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ അത്രയ്ക്കും ഭംഗിയാണ് ഗൈസ്. സോ ഇനി തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ.